റസൂലുള്ളാഹി തങ്ങളോടുള്ള എത്തിപ്പെടാനുള്ള ഏറ്റവും വലിയ സബബ് പ്രിയപ്പെട്ടവരെ ഹബീബായ തങ്ങളുടെ സുന്നത്തുകൾ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. അതിൽപ്പെട്ടൊരു സുന്നത്താണല്ലോ റസൂലുള്ളാഹി പറഞ്ഞല്ലോ, അന്നിക്കാഹു സുന്നത്തി, നിക്കാഹിന്റെ ചര്യയാണ് നബി മുഹമ്മദ് മുസ്തഫ. നിക്കാഹിന്റെ ചര്യയാണ്, നിക്കാഹിന്റെ സുന്നത്താണെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. ആ നിക്കാഹിൽ നിന്ന് വരുമ്പോ ആഡംബരത്തോടെയാണല്ലോ വരുന്നത്. എങ്ങനാ കുതിരപ്പുറത്തും നായയുടെ പുറത്തും ശവപ്പെട്ടിയിലുമായിട്ടാണല്ലോ ഇന്ന് ചെറുപ്പക്കാരന്മാരെ ആഡംബരത്തിന്റെ ലോകമായിട്ട് നിക്കാഹിനെ പോലും റസൂലുള്ളാഹിയുടെ സുന്നത്താകുന്ന നിക്കാഹിനെ പോലും കളിയാക്കുന്ന കൊങ്കനം കുത്തുന്ന രൂപത്തില് കൊണ്ടുവരുന്ന കാലവാ. മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിക്കുകയാണ്, റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്തിനെ ആരെങ്കിലും നിരസിച്ചു കഴിഞ്ഞാ, റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ ആരെങ്കിലും കളങ്കപ്പെടുത്തി കഴിഞ്ഞാ അവന്റെ ആഖിബത്ത് മോശമാകും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെ മക്കളെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നിക്കാഹിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ന് എന്തെല്ലാം കല്യാണങ്ങളാണ്, മല്ല കല്യാണവും പച്ച കല്യാണവും ചുവപ്പ് കല്യാണവും ഒക്കെ പല പേരിലായിട്ട് പല കല്യാണവും കടന്നു വരുമ്പോ അത് മാത്രവുമല്ല റസൂലുള്ളാഹി പറഞ്ഞ സുന്നത്തിനെ കളങ്കപ്പെടുത്തിയിട്ട് മോശപ്പെടുത്തിയിട്ട് മോശമായ ചിത്രീകരണത്തിലൂടെയല്ലേ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാ നമ്മൾക്ക് കാണാൻ കഴിയുമല്ലോ എന്തെല്ലാം പുറത്തിലേക്കാ കേറിയിട്ട് വരുന്നത്. പേരോ അവന്റെ ഐഡന്റിറ്റി നോക്കുമ്പോ മുസ്ലിം എന്നുള്ള ഐഡന്റിറ്റിയാ, അവന്റെ പേര് നോക്കുമ്പോ മുസ്ലിം എന്നുള്ള പേരാ. ഒരു ഹൈന്ദവൻ ചെയ്യുന്നുണ്ടോ, ഒരു ക്രിസ്ത്യന് ചെയ്യുന്നുണ്ടോ, ഒരു മുസൽമാനല്ലാത്ത വേറെ ആരാണ് ഇങ്ങനെ ചെയ്യുന്നത്? എന്റെ ഗൗരവത്തോടെ എന്റെ മുഅ്മിനീങ്ങളോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ആരെങ്കിലും മുറുകെ പിടിച്ചാ റസൂലുള്ളാഹി പറയുകയാണ്, സ്വഹാബാ എന്റെ സുന്നത്ത് ആരെങ്കിലും മുറുകെ പിടിച്ചാ ഇപ്രകാരമാണ് നാളെ സ്വർഗ്ഗത്തിലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു അത്രയും വിഭാഗങ്ങൾ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് നിക്കാഹ് പോലുമല്ലാത്ത ആഡംബരത്തിലൂടെ കടന്നു പോവുകയാണ്. ഒരു പരിധിയുണ്ട്. റോഡ് എന്ത് റോഡ്, പല നാടുകളിലും അങ്ങനെ തന്നെയാണ്. റോഡ് മുഴുവൻ ബ്ലോക്ക് ആക്കിയിട്ട് കുതിര വണ്ടിയിലും ആനപ്പുറത്തും തേങ്ങന്റെ പുറത്തൊക്കെ കേറിയിട്ട് ഇങ്ങനെ വരാണ്. ദീന് പറയേണ്ട അവിടെ പറയുന്നേ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹിദായത്ത് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മക്കൾക്ക് അല്ലാഹു ഹക്കനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ അല്ലാഹു സന്മനസ് അല്ലാഹു നൽകട്ടെ. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, കൂട്ടത്തിൽ കൂടുമ്പോ ഒന്ന് പിഴച്ചാൽ മതിയല്ല ബാക്കി സ്വീപ്പാകാൻ, ഒന്ന് പിഴച്ചാൽ മതി ബാക്കി സ്വീപ്പാകാൻ അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ദീൻ എന്തെന്ന് പഠിപ്പിക്കാനും റസൂലുള്ളാഹി തങ്ങൾ എന്തെന്ന് പഠിപ്പിക്കാനും മദീന എന്തെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്റെ മദ്രസയിലെ കുട്ടികൾക്കൊക്കെ ഞാൻ എല്ലാ ദിവസവും അവിടെ ഉള്ള സമയങ്ങളിലൊക്കെ അൽഹംദുലില്ലാഹ് ഇന്നടക്കം അൽഹംദുലില്ലാഹ് മക്കൾക്ക് ഓരോ മദീനയെ പറ്റിയിട്ട് ഓരോ മഹദിമാരെ പറ്റിയിട്ടും ഓരോ ആളുകളെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. എന്തിനാ? ഒരു വഴിവഴിച്ചു പോവരുത്. അവരാരാണ്? ഖദീജ ബീബിയെന്നും ആയിഷ ബീബിയും ഫാത്തിമ ബീബി ഇതൊക്കെ അറിയണവര്. ഇവരുടെ മഹദികമാരുടെ സ്റ്റോറി അവര് പഠിച്ച ഒരിക്കലും വഴിവഴിച്ചു പോകില്ല. കാരണം അവരെയാണ് പിൻപറ്റുന്നത്. ഇത് ഫോൺ എടുത്ത് നോക്കിയാ സിനിമാ താരങ്ങളുടെ ഫോട്ടോകളും സീരിയൽ താരങ്ങളുടെ ഫോട്ടോകളും ഇങ്ങനെ കാണാം. ഇത് റോൾ മോഡലാക്കിയിട്ട് അതുപോലെ നടക്കണം, ഈ ഡ്രസ്സ് വേണം. ശരീരം മുഴുവൻ ഓപ്പൺ ആക്കിയിട്ടുള്ള കാലമാണ്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അതിന് താങ്ങി നടക്കുന്ന ചില രക്ഷിതാക്കളുമുണ്ട്. ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പല പ്രദേശങ്ങളിലും ഉണ്ട്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മക്കള് നല്ലതുപോലെ നടന്നിട്ടില്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത രക്ഷിതാക്കളാകുന്ന നമ്മൾ ഓരോരുത്തർക്കുമാണ്. അള്ളാഹു നമ്മളോടാണ് ചോദ്യം ചെയ്യുക. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. നാളെ പരലോകത്ത് നമ്മളെല്ലാവരെയും ഒരു ജാണകല സൂര്യൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ മക്കളോടും നമ്മളോടൊക്കെ അല്ലാഹു ചോദ്യങ്ങൾ ചോദിക്കുമ്പോ മക്കളോട് അല്ലാഹു ചോദിക്കുമല്ലോ, നിന്റെ ആയുസ്സിനെ എന്തിനു വേണ്ടി ചെലവഴിച്ചെന്ന് പറയുമ്പോ നല്ലതിനു വേണ്ടി ചെലവഴിച്ചു എന്ന് പറയാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. കള്ളു കുടിച്ച കഞ്ചാവ് വലിക്കുന്ന ഡ്രഗ്സിനടിമയുള്ള മക്കളോ, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ പേടിയില്ലാതെ നിസ്കരിക്കാതെ ഉമ്മാനെ ധിക്കരിക്കുന്ന മക്കളാണ് നാളെ പരലോകത്തിലേക്ക് കടന്നു വരുന്നതെങ്കിൽ
ഉമ്മമാരെ അവരുടെ എല്ലാ കാര്യത്തിനു വേണ്ടി നിങ്ങൾ താങ്ങി നടക്കുന്നുണ്ടല്ലോ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. സപ്പോർട്ട് ചെയ്യണം വേണ്ട എന്നല്ല ഞാൻ ഈ പറയുന്നത്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നോക്കിയേ. നിങ്ങൾ വേണ്ടതിനും വേണ്ടാത്ത കാര്യത്തിനൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോ ഏറ്റവും കൂടുതൽ ഉമ്മമാരാണ് നമ്മുടെ മക്കൾക്ക് ബലം വെച്ച് കൊടുക്കുന്നത്. അത് തെറ്റാ എന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ രണ്ട് കാര്യങ്ങളോടും ദീനിനോടും അങ്ങനെ വേണം, ദീനല്ലാത്തിനോടും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമ്മുടെ മക്കൾക്ക് സപ്പോർട്ടാണ്. എന്റെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്റെ ഉമ്മ, എന്റെ ഉപ്പി ഉമ്മ എന്റെ ഏറ്റവും വലിയ സപ്പോർട്ട്. ഓരോടൊന്നും പറയാത്തൊരു രഹസ്യമില്ല. അതുപോലെ തന്നെ ഓരോ മക്കൾക്കും ഓരോ രക്ഷിതാക്കളായിരിക്കണം അവരുടെ റോൾ മോഡൽ. എന്ത് സങ്കടം വന്ന് പറയാനും എന്റെ ഉമ്മ കേൾക്കും, എന്റെ വാപ്പ കേൾക്കും എന്നുള്ളൊരു ബോധം നമുക്ക് നമ്മുടെ മക്കൾക്കുണ്ടോ? ഓരോവിടെയും പഴച്ചു പോവില്ല. ഒരു കാമുകം വന്നാലും മെസ്സേജ് അയച്ചാലും ഇങ്ങനെ ചിരിച്ചു കാണിക്കുന്നല്ലാതെ പോവില്ല, ഉറപ്പാ. ഇത് ഉമ്മി വാപ്പി മക്കളെ കേൾക്കാൻ സമയമില്ല, എന്തേ ഫോണിൽ ഇങ്ങനെ നോണ്ടി കളിക്കുക. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. ഇന്ന് ഏറ്റവും കൂടുതൽ മഴ പഴച്ചു പോകാൻ കാരണം എന്താ? നമ്മളെ മക്കളെ കേൾക്കാൻ ഒരു രക്ഷിതാവിനും ഒരു ഉപ്പക്കും ഒരു ഉമ്മക്കും കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വഴിവഴിച്ചു പോകുന്നത്. കാരണം എന്താ? ഫോണിൽ ഇങ്ങനെ കളിക്കുക. മകളോ അപ്പുറത്തെ ഫോണിൽ, മോനോ അപ്പുറത്തെ ഫോണിൽ, ആരോടോ എന്തൊക്കെയോ ചെയ്യുന്നു. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ മക്കളെ കേൾക്കാൻ നമ്മളാകുന്ന രക്ഷിതാക്കളാകുന്ന ഓരോ ഉമ്മയും ഉപ്പയും തയ്യാറായി നോക്കിയേ. അവരൊരിക്കലും വഴിവഴിച്ചു പോലും. അവരെല്ലാ രഹസ്യങ്ങളും കൂടെ ഒന്ന് പറയും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹഖ് അനുസരിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ.